സുജാത ദേവിക്ക് 3 ആൺമക്കളും മരുമക്കളുമുണ്ട്. മൂത്ത മരുമക്കൾ രേഖാമ്മ പണക്കാരാണ്. പക്ഷെ ചെറിയ മരുമകൾ കോമൾ പാവപ്പെട്ടവളാണ്. അതുകൊണ്ട് സുജാത ദേവി അവരുടെ 2 മരുമക്കൾ രേഖ ഉമ്മയോട് നന്നായി പെരുമാറും. പക്ഷെ ചെറിയ മരുമകൾ കോമളിനോട് ശരിക്കും സംസാരിക്കുകയില്ല. അതുകൊണ്ട് രേഖ ഉമ്മ പോലും എപ്പോഴും കോമളിനെ കളിയാക്കുന്ന പോലെ സംസാരിക്കും. നോക്കൂ അമ്മേ, ഈ കോമൾ എപ്പോഴും ചീപ്പായാണ് പെരുമാറുന്നത്. കൂട്ടാനിൽ നെയ്യ് ഇട്ടിട്ടേ ഇല്ല അമ്മേ, പരിപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചപ്പാത്തി നോക്കൂ, നെയ്യിടാത്തൊരു ചപ്പാത്തിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കോമൾ, ഇവിടേക്ക് വാ, നിന്നെ ഞാനിന്നൊരു പാഠം പഠിപ്പിക്കാം. നീ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നു എന്ന് കരുതി ഞങ്ങളീ പാവപ്പെട്ടവരാണെന്ന് കരുതിയോ നീ? ഞങ്ങളുടെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഇല്ലേ? പെണ്ണു നീ എന്തിനാ ഈ പിശുക്ക് കാണിക്കുന്നേ? ഇന്ന് ഭക്ഷണത്തിൽ എന്താ നീ നെയ്യിടാഞ്ഞത്? അതമ്മേ, നെയ്യ് തീർന്നു പോയി. എത്രയുണ്ടായിരുന്നോ അത്രയും ഇട്ടിട്ടുണ്ട്. അമ്മേ, 2 ദിവസം മുന്നാ നമ്മൾ നെയ്യ് വാങ്ങിയത്. അപ്പോഴേക്കും അതെങ്ങനെ തീരും? ഇവൾ തന്നെ എല്ലാം നെയ്യ് കഴിച്ചിട്ടുണ്ടാകും. എന്തെന്നാൽ ജീവിതത്തിൽ ഇവൾ നെയ്യ് കഴിച്ചിട്ടേ ഉണ്ടാകില്ല. അല്ല അമ്മേ, നെയ്യ് ഉണ്ടായിരുന്നതാ. ഇന്നലെ രേഖ ചേച്ചിയും അമ്മ ചേച്ചിയും എന്നോട് ലഡ്ഡു ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. എല്ലാ നെയ്യും എടുത്താ ഞാൻ ലഡ്ഡു ഉണ്ടാക്കിയത്. അത് ശരി, എന്റെ മരുമക്കൾ കഴിക്കുന്നതിൽ നീ കണ്ണു വെക്കുന്നോ? എത്ര ധൈര്യം! നിന്റേത് ദരിദ്ര കുടുംബമല്ലേ, അതാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പോ ഇവിടുന്ന്. മോളെ രേഖ, നീ ആ കടക്കാരനെ ഒന്ന് വിളിക്ക്. അവരോട് 5 kg നെയ്യ് അയക്കാൻ പറ. കോമൾ കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവൾക്ക് എപ്പോഴും ഇതുപോലെ നാണക്കേടുണ്ടാകും. പുതുവർഷവും വരാറായി. വീട്ടിൽ പുതുവർഷ പരിപാടിക്കായി തയ്യാറായിക്കൊണ്ടിരുന്നു. രേഖാമ്മ 2 പേരും അവരുടെ വീട്ടുകാരെ വീട്ടിലെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ കോമളിന്റെ വീട്ടുകാരെ വിളിച്ചതേയില്ല. അമ്മ, ഞങ്ങൾ 2 പേരും ഞങ്ങളുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ന്യൂ ഇയർ പാർട്ടിക്ക് വരാൻ പറഞ്ഞ്. പക്ഷേ കോമളിന്റെ വീട്ടുകാരെ വിളിച്ചിട്ടില്ല. എന്താ ചെയ്യാമെന്ന് പറയൂ. അയ്യോ വിടു മോളെ, അവരെയൊക്കെ എന്തിനാ വിളിക്കുന്നത്? പാർട്ടിയിൽ നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും വരും. നിന്റെ വീട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കും വ്യത്യാസമില്ലേ? ഇല്ല അമ്മേ, അങ്ങനെ പറയണ്ട. ഞാൻ വിചാരിക്കുന്നു അവരുടെ വീട്ടുകാരെ വിളിക്കാമെന്ന്. അവർക്ക് എപ്പോഴും ഓർമ്മയുണ്ടാകുന്ന പോലെ അവരുടെ വീട്ടുകാരെ അപമാനിക്കണം. എല്ലാവരും അടുത്തു വരും, ഞാൻ കാര്യം പറയാം. രേഖ ഉമ്മ അമ്മായിമ്മയോടൊപ്പം ചേർന്ന് കോമളിന്റെ വീട്ടുകാരെ അപമാനിക്കാൻ ഒരു പ്ലാൻ ചെയ്യുന്നു. മരുമോളെ, വീട്ടിൽ പുതുവർഷം ഒരു പാർട്ടിയുണ്ട്. രേഖ ഉമ്മയുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നു നീ നിന്റെ വീട്ടുകാരെയും ഒന്ന് വിളിച്ചേക്ക്. ഈ പുതുവർഷം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. ശരി അമ്മേ, ഞാൻ ഫോൺ വിളിക്കാം. ഇനിയാണ് ആഘോഷം. വരട്ടെ അവളുടെ വീട്ടുകാർ. കോമളിനെ അറിയില്ലായിരുന്നു അവളുടെ പുറകെ നിന്ന് അമ്മായിമ്മമാരും ചേച്ചിമാരും എന്താ പ്ലാൻ ചെയ്യുന്നത് എന്ന്. ഡിസംബർ 31 വന്നെത്തി. കോമളിന്റെ വീട്ടിൽ പാർട്ടി ഏർപ്പാടൊക്കെ നടക്കുന്നു. രേഖ ഉമ്മയുടെയും വീട്ടുകാരെല്ലാം എത്തി. രേഖ ഉമ്മ അടുക്കളയിലേക്ക് എത്തിച്ചു പോലും നോക്കിയില്ല. അവരുടെ കുടുംബക്കാരോടൊപ്പം നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്താ മോളെ കോമൾ, വിരുന്നുകാർക്കൊക്കെ ഭക്ഷണം വിളമ്പിക്കൊടുത്തോ? നല്ല നെയ്യും മസാലയൊക്കെ ഇട്ട് പാചകം ചെയ്തിട്ടില്ലേ? പിശുക്ക് കാണിക്കണ്ട. വിരുന്നുകാർ സന്തോഷത്തോടെ വേണം പോകാൻ. നിന്റെ അമ്മ, അച്ഛൻ, അനിയത്തി, അനിയനൊന്നും വന്നില്ലേ? ഇനിയും വരാൻ തന്നെ ഇത്ര താമസമോ? അവരൊക്കെ സമയത്തിന് വന്നാൽ പാർട്ടി ഇനി നന്നായേനെ. ആ അമ്മേ, എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തു. അമ്മയെ വിളിച്ചിരുന്നു, അവർ പെട്ടെന്ന് തന്നെ എത്തും. അപ്പൊ അവിടേക്ക് കോമളിന്റെ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി എത്തി. ആ നമസ്കാരം, വരൂ വരൂ. വരാൻ തന്നെ ഇത്ര വൈകിച്ചല്ലോ. ഇന്ന് ഡിസംബർ 31 ആയതുകൊണ്ട് നല്ല ട്രാഫിക് ആയിരുന്നു. ഒരു ഓട്ടോ പോലും കിട്ടിയില്ല. വളരെ കഷ്ടപ്പെട്ട ഒരു ഓട്ടോ കിട്ടിയത്, അതിലാ വന്നത്. ഓ അതെ അതെ, ഞാൻ മറന്നുപോയി. രേഖയുടെ വീട്ടുകാരും ഉമ്മയുടെ വീട്ടുകാരൊക്കെ കാറിലാ വന്നത്. ഞാൻ അങ്ങനെ നിങ്ങളെ കുറിച്ച് മറന്നുപോയി. ഓ, നിങ്ങൾക്ക് കാറില്ലല്ലോ. പാവം, നിങ്ങളുള്ള അവസ്ഥയ്ക്ക് നിങ്ങൾക്ക് കാറ് വാങ്ങാനും കഴിയില്ലല്ലോ. ശരി വീട്ടു, വരൂ. ഞാൻ രേഖയുടെ ഉമ്മയുടെ വീട്ടുകാരായി നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് കുറച്ച് മധുര പലഹാരമാണ്, പുതുവത്സരാഘോഷത്തിന് കൊണ്ടുവന്നതാ. അതവിടെ വെച്ചേക്ക്. ഞങ്ങൾ മാർക്കറ്റിലെ ആ വലിയ കടയില്ലേ, ആ ബസാറിൽ, അവിടെ നെയ്യലുണ്ടാക്കിയ സ്വീറ്റ് കിട്ടും. അതേ കഴിക്കുള്ളൂ. അത് വെച്ചോളൂ, വീട്ടിലെ വേലക്കാർക്ക് കൊടുക്കാം. അവർക്കും പുതുവർഷമല്ലേ. കോമൾ ഇത് കണ്ട് കേട്ടുകൊണ്ടുമിരുന്നു. അവൾക്ക് മനസ്സിലായി അവളുടെ വീട്ടുകാരെ അപമാനിക്കുന്നതെന്ന്. പക്ഷെ അവൾ മിണ്ടിയതേയില്ല.
കോമളിന്റെ ചേച്ചിമാർ അവരുടെ വീട്ടുകാരുമായി ബിസിയായി സംസാരിച്ചുകൊണ്ടിരുന്നു. സൂരജ് എല്ലാം കണ്ടു. കോമളം, നിന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു പ്ലേറ്റ് എടുത്തോളൂ. എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. തുഷാർ, ജ്യോതി, നിങ്ങളും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. ചെല്ല്. ആ ദാ വിളമ്പാം. അമ്മേ, അച്ഛ, തുഷാർ, ജ്യോതി, വരൂ, ഞാൻ ഭക്ഷണം വിളമ്പിത്തരാം. കോമൾ ഭക്ഷണം കൊടുക്കാനായി അടുക്കളയ്ക്ക് ചെന്നപ്പോൾ എല്ലാ പാത്രവും കാലിയായിരുന്നു. ഒട്ടും ഭക്ഷണമില്ലായിരുന്നു. അവൾ ആകെ പേടിച്ചു. അയ്യോ, പാത്രത്തിൽ ഭക്ഷണമേ ഇല്ലല്ലോ. ഞാൻ ഒരുപാട് ഉണ്ടാക്കി വെച്ചതാണല്ലോ. എന്തുപറ്റി കോമളം? നീ എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കൂ. അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അത്ര ശരിയല്ല. എങ്ങനെ വിളമ്പാനാ? ഇവിടെ ഭക്ഷണമേ ഇല്ല. ഞാൻ എത്ര ഉണ്ടാക്കി വെച്ചതാ? ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ അടുക്കളയിൽ ഒന്നുമില്ല. ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പോലും പറ്റില്ല. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നീ ഒരുപാട് ഭക്ഷണം പാചകം ചെയ്തെങ്കിൽ ബാക്കിയുള്ള ഭക്ഷണം എങ്ങനെ കഴിഞ്ഞു? ഞാൻ അമ്മയോടും ചേച്ചിയോടും ഈ കാര്യം പറഞ്ഞേക്കാം. ഇല്ല, അത് നന്നായിരിക്കില്ല. വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ അവർക്ക് വേറെ പാചകം ചെയ്യാം. കുറച്ച് സമയമെടുക്കും. നിക്ക്, ഞാൻ കടയിൽ നിന്ന് ഓർഡർ ചെയ്യാം. നിന്നെ കൊണ്ട് അത്ര വേഗം എല്ലാം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. വേണ്ട, ഹോട്ടലിൽ വാങ്ങിയ പിന്നെ എല്ലാവരും അറിയും. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. കോമളിന്റെ വീട്ടുകാർ ഒരുപാട് നേരമായി കാത്തിരുന്നു. കോമൾ സൂരജിനെ കൊണ്ട് ഭക്ഷണം വാങ്ങാനും സമ്മതിച്ചില്ല. എന്തെന്നാൽ അവളുടെ അച്ഛനമ്മയ്ക്കറിയാം എല്ലാ ഭക്ഷണവും കോമൾ തന്നെയാണ് പാചകം ചെയ്തത് എന്ന്. കോമൾ അവളുടെ അച്ഛനമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി വേഗം എന്തൊക്കെ പാചകം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവളുടെ അമ്മായിമ്മയും ചേച്ചിമാരും അടുക്കളയിലേക്ക് വന്നു. അയ്യോ കോമൾ, നീ പൂരി എന്തിനാ ചെയ്യുന്നത്? ഇത്രയും ഭക്ഷണമില്ലേ? ചേച്ചി, നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? കോമൾ അവളുടെ അച്ഛനമ്മ അനിയനെ ചൂടായി ഉണ്ടാക്കാനായി ശ്രമിക്കുന്നു. ഞങ്ങളുടെ വീട്ടുകാർക്ക് മാത്രം തണുത്ത ഭക്ഷണം കൊടുത്തു. അവളുടെ വീട്ടുകാർക്ക് മാത്രം സ്പെഷ്യലായി ഉണ്ടാക്കുന്നു. ഇതുപോലത്തെ ഭക്ഷണം അവർ കഴിച്ചിട്ടേ ഉണ്ടാകില്ലല്ലോ. അതാ സ്പെഷ്യലായി ഉണ്ടാക്കുന്നേ. ഇത്രയും ഭക്ഷണം ഉള്ളപ്പോ നീ ഇനിയും പാചകം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നോക്ക്, എത്ര ഭക്ഷണമാണ് ബാക്കി വന്നത്. എന്തൊക്കെ നമ്മൾ പണക്കാരാണെങ്കിലും ഇത്രയും ഭക്ഷണം വേസ്റ്റ് ആക്കേണ്ടതുണ്ടോ? അമ്മ കുറച്ചു നേരത്തിന് മുന്നേ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. എല്ലാ പാത്രവും കാലിയായിരുന്നു. ചേച്ചിമാരെല്ലാ ഭക്ഷണവും റൂമിലാ വെച്ചെന്ന് എനിക്കറിയില്ല. എനിക്കെല്ലാം മനസ്സിലായി അമ്മേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും എത്ര പണിയെടുത്താലും നിങ്ങൾക്ക് ഇനി നാണം കെടുത്തണം. അതാണ് നിങ്ങളുടെ പ്ലാൻ. പുറത്തെന്റെ അച്ഛനമ്മ അനിയത്തിയൊക്കെ ഉണ്ട്. എനിക്ക് വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ അവരോടൊപ്പം വീട്ടിലേക്ക് പോയിക്കോളാം. എന്റെ വീട്ടിലേക്ക്. ഈ വീട്ടിൽ എനിക്ക് വേണ്ടവർ ആരുമില്ല. സൂരജ്, എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. മര്യാദയില്ലാത്ത സ്ഥലത്തിരിക്കുന്നത് നല്ലതല്ല. നിക്ക് കോമളം, നീ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട. ഞാനും നിന്റെ കൂടെ വരാം. ഇനി നമ്മളിവിടെ നിൽക്കണ്ട. എന്റെ ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കാത്തിടത്ത് ഞാനും ഒരിക്കലും നിൽക്കില്ല. കുറെ നാളായി ഞാൻ എല്ലാം നിയന്ത്രിക്കുകയായിരുന്നു. അല്ല സൂരജ്, അതങ്ങനെയല്ല. ഒരു പ്രശ്നവുമില്ല. ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. കോമളം, നീയുമൊന്ന് ക്ഷമിക്കേ. പിന്നെ അമ്മയും മറ്റുള്ളവരും പുതുവത്സര ദിനത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് എന്തിനാ വീട്ടിലുള്ളവരുടെ മൂഡ് കളയുന്നത്? കോമളം സമാധാനപ്പെടൂ. അതിഥികളൊക്കെ ഒന്ന് പോട്ടെ. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. കോമളുടെ അമ്മായിമ്മയും ചേച്ചിമാരും ആലോചിച്ചു. അവർ ചെയ്തത് അല്പം കടുത്തു എന്ന്. പക്ഷെ ഒരുപാട് വൈകിപ്പോയിരുന്നു. സൂരജ് കോമളും ഒറ്റയ്ക്ക് പോകാനായി തീരുമാനിച്ചു. കുറച്ചു ദിവസത്തില് അവർ രണ്ടുപേരും മാറി താമസിച്ചു. അവളുടെ അമ്മായിമ്മയും ചേച്ചിമാരും പിന്നീട് ഒരുപാട് സങ്കടപ്പെട്ടു. എന്തെന്നാൽ കോമളുള്ളപ്പോൾ അവർക്ക് ഒരു പണിയും ഉണ്ടായിരുന്നില്ല. കോമൾ പോയതിനു ശേഷം അവരുടെ തലയിലായി എല്ലാ പണികളും. അവർ കോമളെ പോലെ നല്ലൊരു പെൺകുട്ടിയെ നഷ്ടപ്പെടുത്തി എന്ന്. കോമൾ ഭർത്താവ് സൂരജിനോടൊപ്പം അവരുടെ ചെറിയ വീട്ടിൽ സമാധാനത്തോടെ പുതുവർഷത്തിൽ പുതിയ ജീവിതം ആരംഭിച്ചു. ഗായത്രി ദേവിക്ക് 4 മക്കളും 4 മരുമക്കളും. ആദ്യം വന്ന 2 മരുമക്കൾ ധനികരുടെ മക്കളാണ്. രണ്ടാമത് വന്ന 2 മരുമക്കളും ദരിദ്രരുടെ മക്കൾ. അതുകൊണ്ട് ഗായത്രി ദേവി മൂത്ത മരുമകൾ സുമൻ, രണ്ടാമത്തെ മരുമകൾ നീലമിലാണ് ശ്രദ്ധ പുലർത്തിയിരുന്നത്. അവരെപ്പോഴും അവളെ മാത്രമേ നന്നായി നോക്കൂ. എന്നാൽ 4ാമത്തെയും 5ാമത്തെയും മരുമക്കൾ ആശയും വർഷയും എപ്പോൾ നോക്കിയാലും വഴക്കു പറയും. എന്നാൽ അവരെ രണ്ടുപേരെക്കാൾ സ്വഭാവത്തിൽ ഇവരാണ് നല്ലവർ. ഗായത്രി ദേവിയുടെ 4 മരുമക്കളും ഗർഭിണികളാണ്. വീട്ടിൽ എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള സംസാരം ഓടിക്കൊണ്ടിരുന്നു. ഇവിടെ നോക്കുമോളെ സുമൻ, നീലം, രണ്ടുപേരും എവിടെയാണ്? ഒന്നിങ്ങോട്ട് വന്നേ. അയ്യോ അമ്മേ, എന്താ ഇത്രയും ബോക്സൊക്കെ? ഇതിലെന്താ ഉള്ളത്?
അമ്മ മാർക്കറ്റ് മുഴുവനും വാങ്ങിച്ചോണ്ട് വന്നോ? ആ, അങ്ങനെ തന്നെ കരുതിക്കൊള്ളൂ. എന്റെ 2 മരുമക്കളും ഇപ്പോൾ ഗർഭിണിയല്ലേ. അവർ 2 പേരും നല്ല കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പോകുമ്പോൾ അവരെ ഞാനല്ലാതെ വേറെ ആര് നോക്കാനാ? ഇതിൽ ഒരു ബോട്ടിൽ ഫുള്ള് നെയ്യുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ നല്ല ഫ്രഷായ വെജിറ്റബിളും ഫ്രൂട്ട്സും. പിന്നെ നിങ്ങൾ 2 പേർക്കും ഈ ഉപ്പ് ബിസ്ക്കറ്റും കേക്കും ഒരുപാട് ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഞാൻ കടക്കാരനോട് പറഞ്ഞിരുന്നു. അയാൾ വാങ്ങി വെച്ചിരുന്നത് ഞാൻ വാങ്ങി വന്നു. 2 പേർക്കും ഇനി എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്ക്. ശരി അമ്മേ. അമ്മേ, ഞാൻ കുറച്ച് പണം തന്നിട്ടില്ലേ? അതിലെല്ലാം ചിലവായി പോയോ? അത് ഞാൻ ചോദിച്ചത്. അമ്മ ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങി വന്നില്ലേ? ആഹാ, ഞാൻ അമ്മയ്ക്ക് തന്നത് ചിലവഴിച്ചതേ ഇല്ലേ? പിന്നെ ഈ സാധനങ്ങളൊക്കെ? മരുമക്കളോട് പണം ചോദിച്ചിട്ട് അമ്മായിയമ്മ ചിലവഴിക്കുമോ മക്കളെ? നിങ്ങൾ പണക്കാര പിള്ളാരല്ലേ. ഇവിടെ വരുമ്പോൾ നിങ്ങളെ നല്ലപോലെ നോക്കുന്നത് എന്റെ കടമയാണ്. നിങ്ങളുടെ അമ്മായിയച്ഛന്റെ പെൻഷൻ പണം വരുന്നില്ലേ? ഓരോ മാസവും ഞാനല്ലേ അത് വാങ്ങുന്നത്. ആ പണം കൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നത്. നിങ്ങളുടെ പണം ചിലവഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അതങ്ങനെ കൊണ്ടുവന്ന് തന്നത്. സത്യത്തിൽ നമ്മുടെ അമ്മായിയമ്മ എത്ര നല്ലവരായില്ലേ ചേച്ചി? ആശേ, ആശേ, പക്ഷേ നിങ്ങൾ എവിടെയാണ്? വേഗം ഒന്ന് വന്നേ. ഞങ്ങൾക്ക് 3 പേർക്കും തണുത്ത വെള്ളം കൊണ്ടുവാ. പിന്നെ നല്ല ചൂട് ചായയും കൊണ്ടുവരൂ. ആ, നിങ്ങൾ 2 പേരും എവിടെ പോയി? അമ്മേ, വെള്ളം കുടിക്ക്. ചായ വർഷ കൊണ്ടുവരും. ആ, ശരി ശരി. ഇനിയും ഇവിടെ എന്തിനാ നിൽക്കുന്നേ? അമ്മ, ഇതാ ചായ എടുക്കൂ. ഞാൻ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് പാലിൽ തേയിലപ്പൊടിയിട്ട് തിളപ്പിക്കണമെന്ന്. എന്നാൽ നിങ്ങൾ 2 പേരും എന്താ അത് ചെയ്യാത്തത്? എന്തിനാ ഈ പച്ചവെള്ളം ചായയാക്കി കൊണ്ടുവരുന്നത്? അമ്മേ, ഞാൻ പാലിൽ ചായപ്പൊടി ഇട്ടാ തിളപ്പിച്ചത്. ആ അമ്മേ, വൈകുന്നേരം കഴിക്കാൻ ഞാൻ എന്താ ഉണ്ടാക്കേണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാം. അമ്മേ, ഇന്നെനിക്ക് ഇറച്ചി ചോറ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ, പിന്നെ ഇന്നെനിക്ക് പനീർ കഴിക്കണമെന്നുണ്ട്. ആ, എന്നാൽ ശരി. ഇന്ന് രാത്രി ആ ഇറച്ചിച്ചോറും പിന്നെ നെയ് വെച്ച് ചപ്പാത്തിയും ഉണ്ടാക്കിയേക്ക്. പിന്നെ എന്റെ മരുമക്കൾക്ക് പനീർ കറിയും ഉണ്ടാക്കി വെക്ക്. എന്നാൽ അമ്മേ, ഞങ്ങൾ നേരത്തെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് ആശയ്ക്ക് കഴിക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ അമ്മേ, എനിക്ക് ഉരുളക്കിഴങ്ങ് കറി വേണ്ട. എനിക്ക് പനീർ കറി തന്നെ വേണം. പറഞ്ഞേക്കാം. അയ്യോ, നീ എന്തിനാ വിഷമിക്കുന്നത്? നീലം, ഇവിടെ നോക്ക്. നീ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അതിവിടെ ഉണ്ടാക്കുമോ? ആശേ, വർഷേ, 2 പേരും ശ്രദ്ധിച്ചു കേൾക്ക്. ആ കറിയെടുത്ത് ചവറ്റുകൊട്ടയിലെറിയൂ. വർഷ കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ആശ പിന്നാലെ പോയി അവളെ സമാധാനിപ്പിച്ചു. വർഷേ, നീ ഒന്നോർത്തും വിഷമിക്കണ്ട. നിനക്ക് ഉരുളക്കിഴങ്ങ് കഴിക്കാനല്ലേ ആഗ്രഹം? സുമനും നീലവും കിടന്നുറങ്ങട്ടെ. പിന്നെ അമ്മ ക്ഷേത്രത്തിൽ പോവില്ലേ? അപ്പോൾ ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരാം. എന്താ ചേച്ചി, നമുക്ക് മാത്രം ഇങ്ങനെ? നമ്മളും ഇപ്പോൾ ഗർഭിണികളല്ലേ. എന്നാൽ അമ്മ നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ? എന്താ നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത്? പണമില്ലാത്തതുകൊണ്ടാണോ? നമ്മൾ സുമനെപ്പോലെയും നീലത്തെപ്പോലെയും ഒരു പണക്കാര വീട്ടിൽ നിന്നല്ലല്ലോ വന്നത്. വർഷ പറയുന്നത് കേട്ട് ആശയും കരയാൻ തുടങ്ങി. ഇങ്ങനെ മാസങ്ങളും കടന്നുപോയി. മരുമക്കളുടെ സീമന്തത്തിനും നേരമായി. എല്ലാവരും അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഗായത്രി ദേവി സുമനും നീലത്തിനും സീമന്തം നടത്തണമെന്ന് തീരുമാനിച്ചു. സുമനും നീലത്തിനും വേണ്ടി പട്ടുസാരി, ആഭരണം ഇതെല്ലാം അവർ വാങ്ങിവന്നു. വർഷയോടും ആശയ്ക്കും നേരെ ഗായത്രി ദേവി ശ്രദ്ധിച്ചതേയില്ല. എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ റെഡിയായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഗായത്രി ദേവിയുടെ അടുത്ത് സുമനും നീലവും വന്നു. ചേച്ചി, ആദ്യം നിങ്ങൾ പറയൂ. എന്തു പറ്റി സുമൻ? എന്താണ് കാര്യം? ധൈര്യമായിട്ട് പറയേ. വേഗം പോകണം. അവിടെ ഫംഗ്ഷനിൽ എല്ലാവരും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് പിന്നെ അമ്മ ഈ ഫംഗ്ഷനിലേക്ക് വരാതിരുന്നാൽ കുറച്ച് നന്നായിരിക്കും. കാരണം നിങ്ങളവിടെ വന്നാൽ ഞങ്ങളുടെ കുട്ടികൾക്കത് ശരിപ്പെട്ടു വരില്ല. എന്റെ അമ്മയാണ് പറഞ്ഞത്. ഒരു വിധവയുടെ നിഴൽ പോലും കൊള്ളരുത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളുടെ നേരെ. അമ്മ, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ. അമ്മയൊരു വിധവയല്ലേ. അമ്മയുടെ നിഴൽ ഞങ്ങൾക്കു നേരെയോ കുഞ്ഞുങ്ങൾക്കു നേരെയോ വീണാൽ അത്ര നന്നാവില്ല. അമ്മ ഈ ഫംഗ്ഷനിലേക്ക് വരാതിരിക്കുന്നതാ നല്ലത്. പിന്നെ ഞങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൂ. എന്നാലേ ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ഇനി നല്ലത് വരികയുള്ളൂ. സുമനും നീലമും അപ്പോൾ പറഞ്ഞത് കേട്ട് ഗായത്രി ദേവിക്ക് ഷോക്കടിച്ചതുപോലെയായി. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അവർക്ക് മനസ്സില്ലെങ്കിലും സുമനെയും നീലത്തെയും പറഞ്ഞയച്ചു. വാ നീലം, അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായി. അമ്മ ബുദ്ധിശാലിയല്ലേ. സുമനും നീലവും ഫംഗ്ഷനിലേക്ക് പോയി. എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കണ്ടു ഗായത്രി ദേവി അവിടെ തന്നെ നിൽക്കുന്നത്. അമ്മയ്ക്ക് കുറച്ചുപോലും ബുദ്ധിയില്ലേ? ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത് അമ്മ ഇവിടേക്ക് വരാൻ പാടില്ല എന്ന്. അമ്മയുടെ നിഴൽ കൊണ്ട് ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പറ്റിയാൽ? അപ്പോൾ അവിടെ ആശയും വർഷയും വന്നു.
സുമൻ ചേച്ചി, നീലം ചേച്ചി, അമ്മ വന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ. ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ആശീർവദിക്കാൻ വേണ്ടി. ചേച്ചി, അമ്മയുടെ അനുഗ്രഹം കിട്ടിയാൽ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ പോലെയാ. അവരും അമ്മയാ, അവരും മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. നമുക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവരാണ് മുത്തശ്ശി. അതുകൊണ്ട് അവരുടെ ആശീർവാദം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടേ? അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ വേണം അനുഗ്രഹിക്കാൻ. ഞങ്ങളുടെ സീമന്തം അമ്മയിൽ നിന്ന് വേണം തുടങ്ങാൻ. എന്നോട് ക്ഷമിക്കൂ ആശയവർഷേ. ഞാൻ നിങ്ങളോട് എത്ര മോശമായി പെരുമാറിയിരുന്നാലും ഇന്ന് നിങ്ങൾ എന്റെ മനസ്സ് മനസ്സിലാക്കി പെരുമാറുന്നു. സുമനെയും നീലത്തിനെയും ഞാൻ എത്ര നന്നായി നോക്കിയിരുന്നു. എന്നാൽ അവരിപ്പോൾ എന്നോട് ചെയ്യുന്നത് കണ്ടോ? അവർ പണക്കാര വീട്ടിലെ പിള്ളേരായതുകൊണ്ടല്ലേ? അങ്ങനെ പറഞ്ഞ് ഗായത്രി ദേവി നന്നായി കരയാൻ തുടങ്ങി. അമ്മേ, കരയണ്ടെന്നേ, വരൂ, നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഫംഗ്ഷൻ നടത്താം. ഗായത്രി ദേവി ആശയും വർഷയും രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. അന്നു മുതൽ ആശയും വർഷയും ഗായത്രി ദേവി വളരെ നന്നായി നോക്കി. 4 മരുമക്കളെയും ഒന്നുപോലെ കണ്ടു. അവരവരുടെ ജോലി അവരവര് തന്നെ ചെയ്യണം. 2 വലിയ മരുമക്കൾ പണക്കാര് വീട്ടിലെ പിള്ളേരാണെങ്കിലും ഇവിടെ മരുമക്കളല്ലേ. 4 മരുമക്കളും ജന്മം നൽകിയ മക്കളെയും ഒരേപോലെ തന്നെ ഗായത്രി ദേവി നോക്കാൻ തുടങ്ങി. ഇത് കണ്ട് ആശയും വർഷയും രണ്ടുപേരും സന്തോഷിച്ചു. Thanks for watching.